ബദർ യുദ്ധത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? റമദാൻ 17 ഹിജ്റ 2-ാം വർഷം ചരിത്രത്തിലെ ആ പ്രഭാതം. ബദറിന്റെ രണാങ്കണത്തിൽ പ്രകാശിക്കുന്ന സൂര്യൻകിടയിൽ ഒരു വശത്ത് 1000 ധീര സൈനികരുടെ തിളങ്ങുന്ന വാളുകൾ, മറുവശത്ത് വെറും 313 നോമ്പുകാരായ മുസ്ലിമീങ്ങൾ. അവരുടെ ചുണ്ടുകളിൽ അള്ളാഹുവിന്റെ നാമവും ഹൃദയങ്ങളിൽ രക്തസാക്ഷിത്വത്തിന്റെ ആത്മാവും. മക്ക ഖുറൈശികൾ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയാണ് ഇറങ്ങിയത്. ഖുറൈശി സൈന്യം മുസ്ലിമീങ്ങളുടെ ദുർബല ശക്തി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഈ ചെറിയ ജമാഅത്തിനെ നശിപ്പിച്ചു പുറത്താക്കിയതിന് ശേഷം ഇടീ അറബിൽ നമ്മൾ വിജയം ആഘോഷിക്കും. എന്നാൽ ഈ പുണ്യ റമദാൻ മാസത്തിൽ ഇത് ഏതാനും ആയുധങ്ങൾ ഉപയോഗിച്ചല്ല, ഈമാനിന്റെ ശക്തി ഉപയോഗിച്ചാണ് പോരാടുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. വിശ്വാസികളെ സഹായിക്കാനും സത്യനിഷേധികളെ ഹൃദയങ്ങളിൽ ഭയം ജനിപ്പിക്കാനും അള്ളാഹു മലായിക്കങ്ങളോട് കൽപ്പിച്ചുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ബദ്രിന്റെ രംഗം മാറി. മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ആകായ ലോകത്തിൽ നിന്ന് ഒരു കൂട്ടം മലായിക്കങ്ങൾ ഇറങ്ങി വന്നു. പിന്നീട് സംഭവിച്ചത് ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും വാളുകൾ മിന്നൽ പോലെ യുദ്ധക്കളത്തിൽ വീണു. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ ഒരു സിംഹത്തെ പോലെ ആക്രമിച്ചു. അബൂജഹലിന്റെ പോലത്തെ തക്കബ്ബുറിന്റെ നേതാവിനെ മണ്ണിൽ പൊടിച്ചു. ഈ യുദ്ധത്തിൽ വെറും 14 മുസ്ലിമീങ്ങളാണ് ഷഹീദായത്. എന്നാൽ 70 കുഫാരിങ്ങൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധമായിരുന്നു. അതിൽ വിജയം മുസ്ലിമീങ്ങളതായിരുന്നു. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശക്തവും അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസം പൂർണ്ണവുമാണെങ്കിൽ ലോകത്തിന്റെ ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇന്നും ബദ്രിന്റെ ഭൂമി സാക്ഷിയാണ്.